ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ദുൽഖർ സൽമാനാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. DQ കുറച്ച് ടൈം എടുത്ത് വരയ്ക്കണ ഒരു പരിപാടി. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ വരച്ചിരുന്നു, പക്ഷേ കുറച്ച് ടൈം എടുത്ത് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ബാംഗ്ലൂർ ഡേയ്സ് ആ ടൈമിലേക്കുള്ള ഒരു ഫേസ് കട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് എളുപ്പത്തിന് വേണ്ടി എന്ന് പറയാം. ഫ്രീ ഹാൻഡാണ് എപ്പോഴും സ്മാർട്ട് അല്ലെങ്കിൽ ഏറ്റവും സുഖം. പക്ഷേ ഒരു ചെറിയൊരു ഐഡിയയിൽ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഫസ്റ്റും ലാസ്റ്റും പറയാനുള്ളത് പ്രാക്ടീസ് ചെയ്യുക, വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടോ. പിന്നെ വരയ്ക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നോക്കുകയുള്ളൂ, അല്ലേ? എനിക്ക് തോന്നുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഇങ്ങനെ ഒരാൾ വരയ്ക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ തന്നെ കുറേ വീഡിയോകൾ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. കാരണം നമ്മളെപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ എന്താ പറയുക, എത്ര നല്ല പെർഫെക്റ്റായിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ചില നമ്മൾ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നോട്ടീസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്, അതൊക്കെ എല്ലാം ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യം ഞാൻ വരയ്ക്കുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വന്നത്. ഇപ്പോൾ ഗ്രാജുവലി അത്രയും പ്രാവശ്യം റബ്ബ് ചെയ്യാറില്ല. പിന്നെ ചിലർ പറയും പേന വെച്ച് വരച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കാരണം റബ്ബിങ് നടക്കില്ലല്ലോ. അത് ഓരോരുത്തരുടെ എന്താ പറയുക മൈൻഡ് സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എന്നെപ്പോലത്തെ ആൾക്കാരെന്ന് വെച്ചിരിക്കുന്നത് ബേസൊന്നും കിട്ടാത്തൊരു ടീമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ബേസും കിട്ടാതെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഭയങ്കര ഒരു തോന്നൽ വന്ന് അങ്ങനെ വരച്ച് എടുക്കുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വരച്ച് പഠിക്കണം എന്നാണ് എന്നെപ്പോലത്തെ ആൾക്കാരോട് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞു ഒരിക്കലും. എന്നെപ്പോലത്തെ ആൾക്കാർ പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കണം. ചിലയിടത്ത് ഇത് കൂടുതലായിരിക്കും, വരച്ച ലൈനുകൾ കൂടുതലായിരിക്കും. അപ്പം മായ്ച്ച് തന്നെ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ. കാരണം കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ പിന്നെ അതേപോലെ മെയിനായിട്ട് എനിക്ക് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചാൽ, ഞാൻ ഒരു പടം വരച്ച് കഴിഞ്ഞിട്ട് ആ പടമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. മേ ബി എവിടെയെങ്കിലുമൊക്കെ കൂടിയിരിക്കാം അല്ലെങ്കിൽ കുറഞ്ഞിരിക്കാം. അത് മായ്ച്ച് തന്നെ തിരുത്തണം, അതാണ് ശരി എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് പിന്നെയും വരിക എന്ന് എനിക്ക് തോന്നണം കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ മായ്ച്ച് പിന്നെ തിരുത്തി, അപ്പോൾ ആ തിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ കൂടി ശരികൾ ചേർന്ന് വരും അതിലേക്ക്. എനിക്ക് തോന്നുന്നു ആ പിക്ചറിലേക്ക് ശരികൾ ചേർന്ന് വരും എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പടി ചവിട്ടി കയറുക എന്ന് തന്നെ പറയണത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഫുൾ ബോഡി സ്ട്രക്ചർ അത് പ്രാക്ടീസ് ചെയ്യണം. അതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. പതുക്കെ എന്താ പറയുക, കുറേ റെഫറൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു റഫ് ഡ്രോയിങ് ഏകദേശം അതിനോട് സാമ്യം അത്രേ ഉള്ളൂ. അതിൻ്റെ സ്ട്രക്ചറുകൾ വരച്ചിട്ട് കൂട്ടുക എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ഇതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഫേസ് വരയ്ക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറേ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ആ ഫേസിനോട് ഇണങ്ങിയ സ്ട്രക്ചറും കൂടി ആകുമ്പോഴത്തേക്കും, ബോഡി സ്ട്രക്ചറും കൂടി വരുമ്പോഴത്തേക്കും അതൊരു ഫുൾ ക്യാരക്ടറായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ഫുൾ വ്യക്തിയെ പകർത്തിയെടുക്കുന്ന പോലെയാകും. അതൊരു കുറച്ചും കൂടി നല്ല ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫിലിമിലെ ഒരു ഷോട്ട് ഓടുന്ന ഷോട്ട് അല്ലേ, അതിലൊരു നായകൻ ഓടുമ്പോൾ അതിൻ്റെ ആ ഒരു ഓടുന്ന ഒരു പൊസിഷൻ
ആ നായകൻ്റെ ഫേസ് വെച്ച് തന്നെ വരച്ചെടുക്കുമ്പോൾ അത് നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ പറഞ്ഞത്. റഫ് സ്കെച്ചിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽഡ് സ്കെച്ചിങ് തന്നെ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഒരു ഓടുമ്പോൾ ആ ഓടുന്ന ആളുടെ ഷെയ്ഡ് വരെയും കൊടുത്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇറ്റ് ടേക്സ് ടൈം, കുറച്ച് ടൈം എടുക്കും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും കുറേ കൂടി നമ്മൾ ഇമ്പ്രൂവ്മെൻ്റായി അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നണം. ഏകദേശം ദുൽഖറിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ടല്ലേ. ഈ ദുൽഖറിൻ്റെ ആദ്യത്തെ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് കേട്ടോ. എന്താ പറയുക, എന്താണ് കമ്മട്ടിപ്പാടം അല്ലേ, അങ്ങനെ ഒരു പടം. ഈ ഇവരൊക്കെ വയസ്സായിട്ട് കൊട്ടേഷൻ ആൾക്കാരൊക്കെ വയസ്സായിട്ട് അവരുടെ ഒരവസ്ഥ അതായിരുന്നു അതിൽ മെയിനായിട്ട് സ്ട്രെസ് ചെയ്തേക്കണ. അതാ മറ്റേ വിനയ് എന്ന് പറഞ്ഞ പുള്ളിക്ക് അവാർഡും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, ആ ഒരു ലുക്കിന് വേണ്ടി. ആ ലുക്ക് സെറ്റാക്കി എടുത്തതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലേഡീസ് ആക്ട്രസിനെയൊക്കെ വരക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെ സിനിമാക്കാരെ കുറിച്ചാണല്ലോ ഇപ്പോൾ കംപ്ലീറ്റ് ന്യൂസ് അല്ലേ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റോങ് ഈസ് റോങ് അല്ലേ. അത് ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല, എന്തെങ്കിലും അങ്ങനെ നടക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ നമുക്കൊരിക്കലും അങ്ങനെ ഇത് പറയാനും പറ്റില്ല. കാരണം നമുക്കൊരാളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആ വ്യക്തികൾ കുറേ നല്ല അടിപൊളിയായിട്ട്, മുകേഷൊക്കെ നല്ല അടിപൊളി കഥാപാത്രങ്ങളാണ് മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനിക്കിങ്ങനെ തോന്നാറുണ്ട്. മുകേഷ് ഗോഡ് ഫാദറിൽ, അതേപോലെ മിക്ക പടങ്ങൾ, പഴയ പടങ്ങളെല്ലാം ഞാൻ മിക്കതും കണ്ടതാണ് പുള്ളിയുടെ. ഇപ്പോൾ കിടന്നിങ്ങനെ പരക്കം പായാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം അങ്ങനെ അല്ലേ. നമ്മൾ കഴിവതും നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുക അല്ലേ, അതാണ് ശരി. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഭയങ്കരമായിട്ട് പ്രായമായി കഴിയുമ്പോൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. മക്കളും മരുമക്കളൊക്കെ കേൾക്കുമ്പോൾ അത് വീട് അതാണ് നമുക്ക് ഇതിപ്പോൾ നമുക്ക് ദുൽഖറിലേക്ക് വരാം. പിന്നെ ദുൽഖറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ബാംഗ്ലൂർ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം ദുൽഖർ സാറിൻ്റെ ഒരുവിധം പിക്ചർ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇത് വരാം, കാരണം നമ്മുടേതായ ഒരു ഐഡിയയിലാണ്. ഓക്കെ, ടേക്ക് കെയർ, ഗുഡ് ബൈ.